ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഇതുവരെ കാണാത്ത ആയുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം നീക്കണമെന്ന ഇറാന്റെ ഒത്തുതീർപ്പ് നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതിന് പിന്നാലെയാണ് ഭീഷണി. പുതിയ ആയുധം ശത്രുക്കൾക്ക് ഹൃദയാഘാതമുണ്ടാക്കുമെന്നും അത്രമേൽ മാരകമായിരിക്കുമെന്നതും ഇറാൻ നാവികസേനാ കമാൻഡർ റിയൽ അഡ്മിറൽ ഷഹറാം ഇറാനി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ആ ആയുധം എന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. അതേസമയം അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ എബ്രഹാം ലിങ്കണിന് നേരെ ഇറാൻ 7 തവണ മിസൈൽ ആക്രമണം നടത്തിയതായി ഇറാൻ നാവികസേനാ തലവൻ വെളിപ്പെടുത്തി. ആക്രമണത്തെ തുടർന്ന് കപ്പലിൽ നിന്നുള്ള വിമാനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെട്ടതായും അദ്ദേഹം അവകാശപ്പെട്ടു. സാമ്പത്തികമായി ഒറ്റപ്പെടുത്തി ഇറാനെ വരുതിയിലാക്കാമെന്ന ട്രംപിന്റെ കണക്കുകൂട്ടൽ വെറും തമാശയാണെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇറാനിയൻ കപ്പലുകൾ പിടിച്ചെടുക്കുന്ന അമേരിക്കൻ നടപടി സൊമാലിയൻ കടൽ കൊള്ളക്കാരേക്കാൾ മോശമാണെന്ന് ഇറാൻ കുറ്റപ്പെടുത്തി. കപ്പലിലെ ജീവനക്കാരെയും കുടുംബങ്ങളെയും അമേരിക്ക തടവിലാക്കിയിരിക്കുകയാണ്. ഇത് വെറും കടൽ കൊള്ളയല്ല, മറിച്ച് മനുഷ്യത്വരഹിതമായ നടപടിയാണെന്നുമാണ് ഇറാന്റെ ആരോപണം. കഴിഞ്ഞ ദിവസമാണ് ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ചർച്ചകൾ തൽക്കാലം മാറ്റിവെച്ച് ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊടുക്കാമെന്നതുൾപ്പെടെ 3 നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഉപരോധം ബോംബിങ്ങിനേക്കാൾ ഫലപ്രദമാണ് എന്ന് വ്യക്തമാക്കിയ ട്രംപ് ഈ നിർദ്ദേശം തള്ളുകയായിരുന്നു. ഇറാൻ തുറമുഖങ്ങൾക്കുമേൽ ദീർഘകാല ഉപരോധത്തിന് തയ്യാറെടുക്കാൻ US ഉദ്യോഗസ്ഥർക്ക് ട്രംപ് നിർദ്ദേശം നൽകിയതായി അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. വീണ്ടും ബോംബിംഗ് നടത്തുന്നതും യുദ്ധം അവസാനിപ്പിക്കുന്നതും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നതിനാൽ ഉപരോധം നീട്ടലാണ് എളുപ്പമെന്ന് ട്രംപ് വിശ്വസിക്കുന്നു. ആണവ വിഷയം പരിഗണിക്കപ്പെടാത്ത ഒരു കരാർ എങ്ങനെ ഒപ്പുവെക്കാനാകുമെന്ന് അവർക്കറിയില്ലെന്നും മിടുക്കരായി ഇറാൻ ഉടൻ കരാറിൽ ഒപ്പുവെക്കണമെന്നും തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പോസ്റ്റ് ചെയ്തു. ചർച്ചകൾ വഴിമുട്ടിയതിന് പിറകെ 2 ആഴ്ച മുമ്പാണ് അമേരിക്ക ഇറാന് തുറമുഖങ്ങൾക്ക് മേൽ ഉപരോധം പ്രഖ്യാപിച്ചത്. ഇതോടെ ഇറാൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുന്നതോ അവിടേക്കുള്ളതോ ആയ കപ്പലുകൾ മടക്കുകയോ തിരിച്ചയക്കുകയോ ചെയ്തു. ഇറാൻ കപ്പലുകൾ USഉം മറ്റുള്ളവയുടേത് ഇറാനും മുടക്കിയതോടെ ഹോർമുസ് വഴി ചരക്ക് കടത്ത് ഏകദേശം സമ്പൂർണ്ണമായി നിലച്ച നിലയിലാണ്. ആണവ വിഷയം ഒഴിവാക്കി പുതിയ കരാറിലെത്താമെന്ന് ഇറാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിലും അത് നടക്കില്ലെന്ന് ട്രംപ് പറയുന്നു. നിലവിൽ ഇറാന്റെ പക്കൽ 440 കിലോ യുറേനിയം ഉണ്ടെന്നാണ് കരുതുന്നത്. ഇവ 60% സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട്. കൂടുതൽ സമ്പുഷ്ടീകരണം നടത്തിയാൽ ഇവ ഉപയോഗിച്ച് ആണവായുധങ്ങൾ ഏറെ നിർമ്മിക്കാമെന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ ബദൽ വ്യാപാര മാർഗങ്ങൾ വികസിപ്പിച്ച് ഉപരോധം മറികടക്കാമെന്ന് ഇറാൻ കണക്ക് കൂട്ടുന്നു. നിലവിൽ റഷ്യ ഉൾപ്പെടെ രാജ്യങ്ങളുമായി സഹകരണം മെച്ചപ്പെടുത്തി മേഖലയിൽ മേൽക്കൈ ഉറപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഇറാൻ സജീവമാക്കിയിരിക്കുന്നത്. ശതകോടികളുടെ എണ്ണ വ്യാപാരം നിലച്ചതോടെ ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. ഇറാൻ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ച നേരിടുകയാണ്. $1 18 ലക്ഷം ഇറാൻ റിയാൽ എന്ന നിലയിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. അതിനിടെ പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട് ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ആരംഭിച്ച സംയുക്ത സൈനിക നടപടികൾ 60ാം ദിവസത്തിലേക്ക്. ഫെബ്രുവരി 28 പുലർച്ചെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ അമേരിക്കയും ഇസ്രയേലും തുടങ്ങിയ സൈനിക ആക്രമണം രാജ്യത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ആണവശേഷി ഉന്മൂലനമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പെന്റഗൺ മേധാവി പീറ്റ് ഹെക്സത്ത് ജനപ്രതിനിധി സഭയിൽ പറഞ്ഞത്. ആക്രമണം ഇറാനെ തീർത്തും ദുർബലമാക്കിയെന്നും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അവകാശപ്പെട്ടു. ഇറാനുമായുള്ള യുദ്ധത്തിനായി അമേരിക്ക ഇതുവരെ $25 ബില്യൺ ചിലവാക്കിയതായും പെന്റഗൺ വെളിപ്പെടുത്തി. ബുധനാഴ്ച നടന്ന ഹൌസ് ആംഡ് സർവീസസ് കമ്മിറ്റിയിലാണ് പീറ്റ് ഹെക്സത്ത് യുദ്ധത്തിന്റെ ആദ്യ ഔദ്യോഗിക ചെലവ് കണക്കുകൾ പുറത്തുവിട്ടത്. ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നത് തടയാൻ ഏതു വിലയും നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറഞ്ഞു. ഹോർമുസ് നാവിക ഉപരോധവും തുടരുമെന്ന് പറഞ്ഞ ഹെക്സത്ത് യുദ്ധം എന്നവസാനിക്കുമെന്നതിന് വ്യക്തത നൽകിയില്ല. എന്നാൽ രാജ്യത്തെ എണ്ണക്കിണറുകൾക്കൊന്നും സംഭവിക്കില്ലെന്നും വേണമെങ്കിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തി കാണിക്കാമെന്നും ഇറാൻ മറുപടി നൽകി. അതേസമയം യുദ്ധത്തിന്റെ സാമ്പത്തിക ഭാരം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്നുവെന്ന വിമർശനവുമായി ഡെമോക്രാറ്റുകൾ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ദക്ഷിണ ലബനാനിൽ ഇസ്രയേൽ ആക്രമണം തുടരുകയുമാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.